നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക്. ബർത്ത്ഡേക്കോ വെഡിങ് ആനിവേഴ്സറിക്കോ മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു കേക്ക് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിന്റെ കേക്ക് ടിൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കേക്ക് ടിൻ വീട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ സോസ് പാനിലോ അല്ലെങ്കിൽ കുക്കറിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഞാനിവിടെ ബട്ടർ പേപ്പർ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ടർ പേപ്പർ ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ബട്ടർ പേപ്പർ. അതിന്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, എങ്ങനെ ബട്ടർ പേപ്പർ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ടിൻ ഇവിടെ ഞാൻ തയ്യാറാക്കി. ഇത് 8 ഇഞ്ചിന്റെ കേക്ക് ടിൻ ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നീ ഐറ്റംസ് ഇവിടെ ഞാൻ എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്ന ഈ ഐറ്റംസ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അത് അരിച്ചെടുക്കുമെങ്കിൽ അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കോൺഫ്ലോർ നമ്മൾ ഇതിനകത്ത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു ടെക്സ്ചർ കിട്ടാനായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ഈ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് 3 പ്രാവശ്യം നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട എടുക്കുന്ന ഈ പാത്രത്തിലോ നമ്മളത് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീറ്ററിലോ അല്പം പോലും വെള്ളമയം ഉണ്ടാകാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മുട്ടയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഉടനെയുള്ള മുട്ട നമ്മൾ എടുക്കരുത്. ഫ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ മുട്ട എടുക്കുന്നതെങ്കിൽ അത് കുറെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുക. അതിന്റെ തണുപ്പൊക്കെ മാറ്റിയതിനു ശേഷം മാത്രമേ മുട്ട ഇവിടെ എടുക്കാവൂ. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് തയ്യാറാക്കി കഴിയുമ്പോൾ അതിലൊരു മുട്ടയുടെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ വാനില എസൻസ് അതിലേക്ക് ചേർക്കുന്നത്. മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ ബീറ്റ് ചെയ്യുക. എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നോ അത്രത്തോളം ഇത് ചെയ്യുക. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ബീറ്റർ ഇല്ലാതെ ഈ വിസ്ക് വെച്ചാണ് ഇത് ബീറ്റ് ചെയ്തിരിക്കുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അല്പം നമ്മൾ മെനക്കെടണമെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണാം, ഇവിടെ നന്നായിട്ട് ഞാൻ ഈ വിസ്ക് വെച്ച് നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. വെറും 5 മിനിറ്റ് അതിക്കുള്ളിൽ ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി ഇട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ അരിച്ച് എടുത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്തിരിക്കുന്ന ഇതിലേക്ക് നമ്മളൊരു 3-4 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റിംഗ് പാടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിവിടെ 3-4 ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളത്തിലേക്ക് അല്പം ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചേർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേക്കിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ സിറപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂൺ പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ പൊടിച്ചത് കുറേശ്ശെ ഇട്ടാണ് നമ്മളിവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അല്പം കൂടി ഇടുകയാണ്, ഇട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒത്തിരി കട്ടിയാകാൻ പാടില്ല. ഇവിടെ ഇച്ചിരി കട്ടിയായിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയ കോഫി സിറപ്പ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. അതിന്റെ ബാക്കി അല്പം ഇവിടെ ഉണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്യാം. കാരണം ഇതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പൊ നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളത് ഹീറ്റ് ചെയ്യാനായിട്ട്, പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇനിയും ഈ ബാറ്റർ നമ്മൾ ടിന്നിലേക്ക് ആക്കിയിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഞങ്ങള് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കറാണ്. ടിൻ വെക്കാനായിട്ട് ഒരു ബേസ് മാത്രമാണ് ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കർ അടച്ചിരിക്കുകയാണ്. കുക്കറിൽ നമ്മൾ വിസിൽ ഇട്ടിട്ടില്ല. ഇനി ഞാൻ കേക്ക് ഐസിങ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അല്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഈ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്യുന്നത്. അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ആ പാത്രത്തിന് മുകളിലായിട്ട് വെള്ളത്തിൽ മുട്ടാതെ മറ്റൊരു ബൗൾ വെച്ച് അതിലേക്ക് ചോക്ലേറ്റ് ചീകിയിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നു. ആവി കൊണ്ട് മെൽറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1 കിലോയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇതിന് 175 രൂപയാണ്. ബാക്കി വിപ്പിംഗ് ക്രീം ഞാൻ സേഫ് ആയിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഒരു 6 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതിയാവും. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ ലൂസ് ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഒരു 3-4 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇവിടെ തയ്യാറാക്കി വെച്ച പഞ്ചസാര ഞാൻ പൊടിച്ചിവിടെ വെച്ചിരുന്നു. അതിൽ 3 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോ സ്പൂൺ വീതം ഇട്ട് കൊടുത്ത് ഏതാണ്ട് 1 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ വീണ്ടും ഒന്ന് അല്പസമയം കൂടി ഒന്ന് ബീറ്റ് ചെയ്യാൻ പോകാം. ഇത്തവണ നമ്മൾ ഹൈ സ്പീഡിലായിരിക്കും ബീറ്റ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഇങ്ങനെ സ്പൂണിലെടുത്ത് കമത്തി കഴിഞ്ഞാൽ താഴേക്ക് പോകാത്ത രീതിയിൽ. ഇനി ഇത് അടച്ച് അല്പസമയം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗനാഷും ഷുഗർ സിറപ്പും തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാനായിട്ട് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത പാത്രം തന്നെ എടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ അത് മെൽറ്റ് ചെയ്യുകയാണ്. പാത്രത്തിലേക്ക് കുറച്ച് ചോക്ലേറ്റ് പൊടിച്ചിടുകയാണ്. എത്രത്തോളം ചോക്ലേറ്റ് എടുക്കുന്നു അതിന്റെ ഇരട്ടി ഫ്രഷ് ക്രീമും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് മെൽറ്റ് ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തിളച്ച് വരികയാണ്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചൂടൊക്കെ പോയി തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഇതിന്റെ ബട്ടർ പേപ്പർ ഒന്ന് നീക്കുകയാണ്.
നമ്മൾക്കിവിടെ കാണാം ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പോലെ വന്നിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ രീതിയിലെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇത് വരികയുള്ളൂ. ഞാൻ ഇതിവിടെ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഐസിങ് ചെയ്യാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിരിക്കുകയാണ്. ആദ്യം ഞാൻ കേക്ക് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. ഇത് സ്റ്റാൻഡിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത കേക്ക് അതിൽ ആദ്യത്തെ ലെയർ വെക്കുന്നു. ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കും. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് ഞാൻ പരത്തി കൊടുക്കുന്നു. നല്ല രീതിയിൽ അത് പുരട്ടി കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വിപ്പിംഗ് ക്രീം നന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം മൂന്നാമത്തെ ലെയറും വെക്കുകയാണ്. വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മുടെ കേക്കിന്റെ ലെയേഴ്സ് 3 നമ്മൾ നല്ലപോലെ കവർ ചെയ്തു. ഇനി നമ്മളൊരു 10-15 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൽ എന്തെങ്കിലും ചോക്ലേറ്റ് കട്ട കെട്ടി കിടപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അതൊന്ന് എല്ലായിടത്തും പുരട്ടുകയാണ്. ഇനിയും നമ്മുടേതായ രീതിയിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.